രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുപ്പിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിരപരാധിത്വം തെളിയിക്കാതെ പാർട്ടിയിൽ സ്ഥാനമില്ലെന്നും വിട്ടുവീഴ്ച വേണ്ടെന്ന് നേതാക്കൾ നിലപാട് എടുത്തിരിക്കുകയാണ്. അതേസമയം രാഹുലിന് സംരക്ഷണം നൽകേണ്ടതില്ല എന്ന നിലപാടിലാണ് UDF. രാജി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വനിതാ നേതാക്കൾ. തനിക്കെതിരെ ഗൂഢാലോചനയെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം തള്ളുകയാണ് നേതൃത്വം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളെ ചൊല്ലി തൃത്താല മണ്ഡലം കമ്മിറ്റിയിൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. നീക്കങ്ങൾക്ക് പിന്നിൽ VD സതീശനാണെന്ന് ആരോപിച്ച് ഗ്രൂപ്പിൽ തർക്കവുമുണ്ടായി. പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്താനാകാത്ത അവസ്ഥയിലാണ് MLA. രാജിവെക്കുമോ ഇനിയെങ്കിലും? അതാണ് ചോദ്യം. നമുക്കൊപ്പം PR സുനിലും R റോഷിപാലും പ്രവീൺ പുരുഷോത്തമനും ഇക്ബാൽ അറക്കലും ബ്രേക്കിംഗ് അവേഴ്സിൽ ചേരുകയാണ്. ആദ്യം നമുക്ക് ഇക്ബാൽ അറക്കലിലേക്ക് പോകാം. ഇക്ബാൽ അറക്കൽ, പാലക്കാടിന് ഉപതെരഞ്ഞെടുപ്പിലൂടെ കിട്ടിയ MLA ആണ്. MLA ഓഫീസിലേക്കുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടത്. പാലക്കാട്ടെ ആ ഓഫീസ് ഇപ്പോൾ അനാഥമാണോ ഇക്ബാൽ? ആളൊഴിഞ്ഞോ? സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കാടാങ്കോടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ഓഫീസിലാണ്. ഇന്നലെ രാഹുലിനെതിരെ പാർട്ടി നടപടി എടുക്കുന്നത് വരെ തന്നെ ഇവിടെ പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും എല്ലാം പ്രവർത്തകരുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഈ സസ്പെൻഷൻ നടപടി വന്നതിന് തൊട്ടു പിന്നാലെ പിന്നീട് പോലീസ് മാത്രം ഈ പാർട്ടി ഓഫീസിന് മുന്നിൽ ഉള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ സംരക്ഷണം തീർത്ത് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ഓഫീസാണ് ഈ കാണുന്നത്. ഇതിനകത്ത് MLAയുടെ ഓഫീസിലെ 2 ജീവനക്കാർ മാത്രമാണുള്ളത്. മറ്റാരും തന്നെ ഈ ഓഫീസിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഏതായാലും പ്രതിഷേധം വലിയ രീതിയിൽ ഇന്നും നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. DYFയും BJPയും എല്ലാം ഒരുപോലെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കാല് കുത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. MLA എപ്പോൾ വരും? പറഞ്ഞിട്ടില്ല. MLA അറിയിക്കും. വരും എന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആളുകൾ ആരെങ്കിലും തേടി വരും? സാധാരണ ലെറ്ററിന് പിന്നെ ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ജീവനക്കാർ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ സ്റ്റാഫുകൾ മാത്രമാണുള്ളത്. ആളുകൾ ഇങ്ങനെ പരാതിയായിട്ട് MLA അറിയിക്കുന്നു. പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. വലിയ പരാതി അങ്ങനെ വരുന്നില്ല. സാധാരണ യൂഷ്വൽ ലെറ്റേഴ്സൊക്കെയാണ് വരുന്നത്. അത് പിന്നെ സാധാരണ ചെയ്യുന്ന റൂട്ടീൻ വർക്ക് പോലെ തന്നെ നമ്മളത് ചെയ്തു പോകുന്നുണ്ട്. ഇതാണ് MLA ഓഫീസിലെ ജീവനക്കാരുടെ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏതായാലും MLA ഇവിടേക്ക് എത്തുന്നില്ല. പരാതികൾ വരുമ്പോൾ അതെല്ലാം MLA അറിയിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളും ഇവിടെ നിന്ന് ജീവനക്കാർ തന്നെ ചെയ്യുകയാണ്. ഏതായാലും MLA ഇല്ലാതെ ഈ ഓഫീസ് കുറേ ദിവസമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ യൂത്ത് കോൺഗ്രസിനെയും KSUവിൻ്റെയും എല്ലാം പ്രവർത്തകരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിയുടെ സസ്പെൻഷൻ നടപടി വന്നതിന് പിന്നീട് ഈ ഓഫീസിലേക്ക് പാർട്ടി പ്രവർത്തകർ എത്തിയിട്ടില്ല. ജീവനക്കാർ മാത്രമാണ് ഉള്ളത്. പിന്നീട് സുരക്ഷ ഒരുക്കാനുള്ള പോലീസുകാരും ഉണ്ട്. ഏതായാലും ഇന്നും പ്രതിഷേധം നടക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ പോലീസ് ഉൾപ്പെടെ ഉള്ളത്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തുന്നു. MLA ഓഫീസ് പരിസരത്തേക്ക് വരുന്ന മേഖലയിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നുണ്ട്. ഇന്ന് അല്പസമയത്തിനകം തന്നെ ചില ആളുകൾ ഈ പ്രതിഷേധങ്ങൾ നടത്തുമെന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വീണ്ടും സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്നത്. ഏതായാലും DYFയും BJPയും എല്ലാം പറയുന്നത് MLA ഒരു പൊതുപരിപാടിയിലും പാലക്കാട് പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല. MLA പാലക്കാട് എത്തിയാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം MLA അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് DYFയുടെയും BJPയുടെയും SFയുടെയും എല്ലാം പ്രവർത്തകർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിലൊരു പ്രതിഷേധ സാഹചര്യം പാലക്കാട് നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ സംരക്ഷണം ഇന്നലെ വരെ ഒരുക്കിയിരുന്ന യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ജീവനക്കാർ മാത്രമാണ് ഇപ്പോഴും MLA ഓഫീസിലുള്ളത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നു. ഇവിടെ ഒരു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷ ഒരുക്കുകയാണ്. MLA ഓഫീസിലേക്ക് എത്തുന്ന മേഖലയിലേക്ക് ബാരിക്കേഡ് വെച്ച് കെട്ടിയെന്നുള്ള വിവരം വരുന്നുണ്ട്. ഏതായാലും അത്തരത്തിലൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് വിവരം അത്തരത്തിലാണ്. ഒരു പ്രതിഷേധം ഉടൻ തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ സുരക്ഷ ഈ മേഖലയിലേക്ക് ഒരുക്കുന്നത്. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു SA ഉൾപ്പെടെ 5 പേരാണ് സുരക്ഷയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തുന്നു, വനിതാ ഉദ്യോഗസ്ഥരെത്തുന്നു. ഒരു വനിതാ വിഭാഗത്തിന്റെ പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനും തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത്. ഏതായാലും MLA ഓഫീസ് പരിസരത്ത് ഇപ്പോൾ വീണ്ടും പോലീസ് സുരക്ഷ ഇപ്പോൾ വലിയ രീതിയിൽ ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാലക്കാടുള്ളത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാടാങ്കോടുള്ള MLA ഓഫീസിന് മുന്നിലുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സുജ ഇത്തരത്തിലുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അറിയേണ്ടത് MLA ഓഫീസ് ഇങ്ങനെ അനാഥമായി കിടക്കുമ്പോൾ ഈ MLA കുറിച്ച് ഹൈക്കമാൻഡിന് പറയാനുള്ളത് എന്താണ്? അതുകൂടി അറിയണം. PR സുനിൽ, ഗുഡ് മോർണിംഗ്. ഹൈക്കമാൻഡ് ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്താണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്ന ഹൈക്കമാൻഡിന്റെ ഈ വിഷയത്തിലെ നിലപാട്, അഭിപ്രായം?
സുജിയ, ഈ വിവാദങ്ങളിൽ തൃപ്തികരമായ ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കമാൻഡിനും കോൺഗ്രസ് നേതൃത്വത്തിനും ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ തന്നെ ഒരു തീരുമാനം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. നിരപരാധിത്വം തെളിയിക്കാത്തിടത്തോളം കാലം പാർട്ടിയിൽ ഒരു പരിഗണനയും നൽകേണ്ടതില്ല എന്ന ഒരു സന്ദേശം തന്നെയാണ് AICC കേരള ഘടകം നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കടുത്ത നിലപാടുമായി AICC മുന്നോട്ട് പോകും. നമുക്കറിയാം, ദേശീയ തലത്തിൽ വോട്ട് ചോരി അടക്കം ഉയർത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ നീക്കം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോഴാണ് BJPക്കടക്കം ഒരു രാഷ്ട്രീയ ആരോപണം ഉയർത്താൻ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ഒരു വിഷയം ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ക്ഷീണമായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുക, നിരപരാധിത്വം തെളിയിക്കാത്തിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പാർട്ടിയുടേതായ ഒരു പരിഗണനയും നൽകേണ്ടതില്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകേണ്ട കാര്യമില്ല എന്നതടക്കമുള്ള വ്യക്തമായ സന്ദേശമാണ് AICC നൽകുന്നത്. അതുകൊണ്ട് കടുത്ത നിലപാട് പാർട്ടി തലത്തിൽ തുടരും. അതേസമയം MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ AICC മൗനം തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഓക്കെ, പി ആർ സുനിൽ, ഇനിയിപ്പോൾ MLA സ്ഥാനത്ത് രാജി ഉണ്ടാകും, അതാണ് അറിയേണ്ടത്. റോഷിപാൽ രാജിവെക്കൂ എന്ന വനിതാ നേതാക്കൾ അടക്കം പറയുന്നുണ്ട്. ആരാണ് രാഹുലിനെ സംരക്ഷിച്ച് MLA സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് എന്ന ചോദ്യത്തിനുത്തരം ചില നേതാക്കളിലേക്ക് നീളുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. രാജിയിന്മേൽ രാജിയായി നിൽക്കുന്ന നേതൃത്വത്തിന് അതിൽ നിന്ന് മാറേണ്ടി വരുമോ? നിലവിലെ സാഹചര്യം എന്താണ്? പാർവതി, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ലെന്ന് ചില നേതാക്കൾ മാത്രമാണ് ആവശ്യപ്പെട്ടത്. അതിനവർ കാരണമായി ചൂണ്ടിക്കാണിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക അധിക്ഷേപ പരാതികൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ച ആരോപണങ്ങൾ, ദൃശ്യങ്ങൾ, ശബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പുറത്തു വന്ന് എതിരാളികൾ അത് ചർച്ചയാക്കിയാൽ വലിയ തിരിച്ചടി UDF-നുണ്ടാകും. ഈ ഒരു ആശങ്ക ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത്. അതേസമയം വനിതാ നേതാക്കളടക്കം ഈ നടപടി കുറഞ്ഞുപോയി, കൂടുതൽ ശക്തമായ നടപടി വേണം, പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ പുറത്താക്കണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മാത്രവുമല്ല, നിയമസഭാ സമ്മേളനം വരുമ്പോൾ സഭയ്ക്കകത്തേക്ക് രാഹുൽ എത്തിയാൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്താൻ കഴിയില്ല. കാരണം എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങളും ഭരണകക്ഷി അംഗങ്ങൾ രാഹുലിനെ ചൂണ്ടിക്കാണിച്ച് ഉയർത്തും. കാരണം UDF MLA ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിച്ചേർന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പുറത്താക്കിയെങ്കിൽ എന്തിന് MLA സ്ഥാനത്ത് തുടരാൻ അനുവാദം നൽകുന്നു എന്ന ചോദ്യം ഭരണകക്ഷി അംഗങ്ങൾ ഉയർത്താൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ പ്രതിരോധിക്കുമെന്ന് വ്യക്തതയില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവധിയെടുപ്പിക്കണമെന്ന ഒരു ആലോചനയടക്കം കോൺഗ്രസിനകത്ത് ഇപ്പോഴുണ്ട്. അതിനിടയിൽ മറ്റു പല തർക്കങ്ങളും ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസിലെ ചില നേതാക്കളാണെന്നുള്ള ആക്ഷേപം സാമൂഹ്യ മാധ്യമത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ കോൺഗ്രസിനെ അലട്ടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം സജീവമാകേണ്ട ഈ ഘട്ടത്തിലാണ് രാഹുൽ ഉണ്ടാക്കിയ ഈ കുരുക്ക് കോൺഗ്രസിന് വലിയ കുരുക്കായി മാറുന്നത്. ഓക്കെ റോഷിപാൽ, നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പ്രതികരിക്കുന്നുണ്ടോ അതുകൂടി അറിയണം. പ്രവീൺ പുരുഷോത്തമൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടൂരിലെ വീട്ടിൽ തന്നെയുണ്ടോ? എന്താണ് രാഹുലിന്റെ നീക്കങ്ങൾ? സുജിയ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെയുണ്ട്. ഇപ്പോഴും ഇവിടെ പോലീസിന്റെ നിരീക്ഷണമുണ്ട്. നമുക്ക് ദൃശ്യത്തിൽ കാണാം, വീടിന്റെ മുൻവശത്ത് തന്നെ ഒരു പോലീസ് വാഹനം കിടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വാർത്താ സമ്മേളനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അടൂരിലെ ഈ വീട്ടിൽ വെച്ചാണ്. ഇന്നലെയും വാർത്താ സമ്മേളനം നടത്തും എന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയില്ല. നേരത്തെ PR സുനിലും റോഷിപാലും ഒക്കെ പറഞ്ഞതുപോലെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കൃത്യമായ ഒരു മറുപടി നൽകേണ്ടി വരും. ആ ഒരു മറുപടി തന്നെയായിരിക്കും AICC നേതൃത്വത്തിനും ഒപ്പം തന്നെ KPCC നേതൃത്വത്തിനും ഒക്കെ നൽകേണ്ടി വരിക. അപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്താണ് പറയാനുള്ളത്? അത് മിക്കവാറും വാർത്താ സമ്മേളനം നടത്തുകയാണെങ്കിൽ അടൂർ നെല്ലിമുകളിലെ ഈ വീട്ടിൽ തന്നെയായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ വീടിന് പുറത്തേക്ക് പോയത്. അന്ന് നാം കണ്ടതാണ്, തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണെന്ന് ഏവരെയും തെറ്റിദ്ധരിപ്പിച്ചു. അതിനുശേഷം വളരെ പെട്ടെന്ന് മറ്റൊരു വഴിയിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രവർത്തകരോ അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക നേതാക്കളോ ആരുടെയും ഒരു സാന്നിധ്യം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീട്ടിലില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് അവിടെയുള്ളത്. ഏതായാലും ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണെങ്കിൽ അത് അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ വെച്ച് തന്നെയായിരിക്കും. നാം പുറത്തുവിട്ട റിപ്പോർട്ടർ TV പുറത്തുവിട്ട ആ ഒരു ശബ്ദ സംഭാഷണം, ആ വിഷയത്തിലൊക്കെ ആ ശബ്ദം തൻ്റെ തന്നെയാണോ അല്ലെങ്കിൽ എന്താണ് ആരോപണങ്ങൾക്ക് പുറകിൽ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വിശദീകരണമോ അല്ലെങ്കിൽ തൻ്റെ നിലപാടോ വ്യക്തമാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 2 വാർത്താ സമ്മേളനങ്ങളും ഉപയോഗിച്ചിരുന്നു.
പ്രതികരിച്ചിരുന്നില്ല. അത്തരം ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ അക്കാര്യത്തിലാണ് ഇനിയൊരു വിശദീകരണം വരാനുള്ളത്. അങ്ങനെയെങ്കിൽ വാർത്താസമ്മേളനം നടത്തുകയാണെങ്കിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് ആ വിഷയത്തിൽ തന്നെയായിരിക്കും. അതിൽ ഇനി എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മറുപടി നൽകാനുണ്ടാവുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഇന്ന് ഒരു പക്ഷേ വാർത്താ സമ്മേളനം നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. സുജയ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം പി ആർ സുനിലും ആർ റോഷിപാലും അടക്കമുള്ളവർ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്തതെന്ത്, അതാണ് അറിയേണ്ടത്. രാഹുലിന്റെ നീക്കം, പാർട്ടിയുടെ നീക്കം, ഇത്രയും പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ വനിതാ നേതാക്കൾ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിൽ നടപടിയെടുക്കാതെ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമോ? MLA സ്ഥാനത്ത് MLA ഓഫീസിൽ എത്താൻ കഴിയാതെ എത്ര കാലം ഇങ്ങനെ തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും? ഹൈക്കമാൻഡിന്റെ നീക്കം എന്താകും? അതൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം ആഘോഷ കാഴ്ചകൾ